എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വീണ്ടും ക്ലാസ് തുടങ്ങുകയാണ്. ഇനി നമുക്ക് വായിക്കാനുള്ളത് 4-ാമത്തെ സ്കന്ധത്തിലെ തന്നെ 4-ാമത്തെ അധ്യായമാണ്. നമുക്ക് വായിക്കാം. ഓം വിഘ്നേശ്വരായ നമഃ. ഓം സരസ്വതിയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം അമൃതേശ്വരേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ചതുർത്ഥോധ്യായഃ. മൈത്രേയോവാച. ഏതാവതുക്വാം വിരരാമശങ്കരാം പത്ന്യാംഗനാശം ഉഭയത്ര ചിന്തയൻ സുഹൃദിദൃക്ഷും പരശങ്കിതാം ഭവാം നിഷ്ക്രാമതീം നിർവിശദീം ദ്യുദാസസാം സുഹൃദിദൃക്ഷാം പ്രതിഘാതദുന്മനാം സ്നേഹാദ്രുതത്യാശ്രു കലാദിവിഹ്വലാം ഭവം ഭവാന്യാം പ്രതിപൂരുഷം രുഷാം പ്രദക്ഷ്യതി വൈക്ഷത ജാതവേപതൂം തദോ വിനിശ്വാസ്യം സതിം വിഹായതം ശോകേന രോഷേണ ചയുഭൂയതാം ഹൃദാം പിത്രോരഗാസ്ത്രൈന വിമൂഢദീർഘാൻ പ്രേംനാത്മനോ യോർധമതാത് സദാം പ്രിയഃ താമന്നുഗച്ഛൻ ദ്രുതവിക്രമാം സതീം ഏകാം ത്രിനേത്രാനുചരാ സഹസ്രശാം സപാർഷദയേക്ഷാം മണിമന്മദാദയാം പുരോ വൃഷേന്ദ്രാം സ്തരസാം ഗതവ്യതാം സാംസാരികാകന്തുകദർപ്പണാംബുജാം സ്വേദാദപത്ര വ്യജനസ്ത്രഗാദിഭീം ഗീതായനൈർദുന്ദുഭി ശംഖവേണുഭിർ വൃഷേന്ദ്രമാരോപ്യ വിഡംഗിതാം യയോം ആബ്രഹ്മഘോഷോർജിതയത്നവൈശസം വിപ്രർജിരുഷ്ടാം വിബുധൈസ സർവശാം മൃദാർവയ കാഞ്ചനദർഭജേൻ ധർമ്മജർമ്മഭിർ സൃഷ്ടപാണ്ഡം യജനം സമാവിശദ താമാഗതാം തത്ര ന കഞ്ചനാദ്രിയാം ധിമാനിതാം യജ്ഞകൃതോഭയാജനക ഹൃദേ സ്വസർവേ ജനനീം ജസോദരാം പ്രേമാശ്രുകണ്ഡ്യാം പരുഷസ്വജൂർമുദാം സൗന്ദര്യസംപ്രശ്ന സമർത്ഥവാർത്തയാം മാത്രാജമാതൃഷ്വത്രിഭിശ്ച സാദരം ദത്താം സബര്യാം വരമാസനം ജസാം നാദത്തപിത്രാ പ്രതിനന്ദിതാം സതീം ആരുദ്രഭാഗം സമവേക്ഷ്യ ചാധ്വരം പിത്രാജദേവാം കൃതഹേളനം വിഭോ അനാദൃതാം യജ്ഞസദസ്യധീശ്വരീം ചുഗോപലോകാനിവദക്ഷതീം രുഷാം ജഗർക്കസാമർഷ വിപന്നയാ ഗിരാം ശിവദ്ദുഷം ധൂമപദശ്രമസ്മയം സ്വതേജസാം ഭൂതഗണാൻ സമുദ്ദിതാൻ നിഗൃഹ്യ ദേവീം ജഗദോഭിസൃണ്വതഃ. ശ്രീദേവി ഉവാചാം നയസ്യ ലോകേ സതിശായന പ്രിയാം സദാ പ്രിയോ ദേഹഭൃതാം പ്രിയാത്മനഃ തസ്മിൻ സമസ്താത്മനി മുക്തവൈരഗേ മൃദേ ഭവന്തം കഥമപ്രദീപയേ ദോഷാൻ പരേഷാം ഹി ഗുണേഷു സാധവോ ഗൃഹ്ണന്തി കേചിന്ന ഭവാദൃശാം ദുജാം ഗുണാംശ ഫൽഗുൻ ബഹുലീകരേഷ്ണാത് മഹത്തമാസ്ത്വേഷ വിദദ്ഭവാനകം നാശ്ചര്യമേതദൽസു സർവദാ മഹദ്നിന്ദിതാം ഗുണവാത്മവാദിഷു ശീർഷ്യന്മഹാപൂരുഷപാദപാം സുഭിർ നിരസ്തചേസസ്സു സദേവ ശോഭനം യദ്വക്ഷരം നാമ ഗിരേരിദം നൃണാം സകൃത്പ്രസംഗാതകമാശുഖന്ദിത പവിത്രകീർത്തിം തമലംഘ്യ ശാസനം ഭവാനഹോ ദേഷ്ടിശിഖം ശിവേതരാം യത്പാദപദ്മം മഹതാമനോളിഭിർ നിഷേവിതം ബ്രഹ്മരസാ സവാർത്തിഭിം ലോകസ്യേ ദർശതി ശാശിഷോ അർത്തിനഃ തസ്മൈ ഭവാൻ ദ്രുഹ്യതി വിശ്വബന്ധവേ കിം വാം ശിവാഖ്യാമശിവം ന വിദുസ്ത്വതന്യേ ബ്രഹ്മാദയസ്തവമഗീര്യ ജഡാം ശ്മശാനേ തന്മാല്യഭസ്മൻ മൃഗബാല്യവസ്നിസാദേ ഹേ മൂർധാഭിർദദതി തൽചരണാവസൃഷ്ടം കർണൗ വിദായാം നിര്യാദ്യതകൽപ്പയീശേ ധർമാവിധര്യാം ശൃണിഭിർനിഭിര്യസ്യമാനേ ചിന്ത്യാത് പ്രസഹ്യാം ഋഷദേമസതീം പ്രഭുശ്ചേ ജിഹ്വാമസൂനഭി തദോം വിസൃജേത് സധർമ്മകാം അധസ്തവോൽപ്പന്നമിദം കളേബരം ന ധാരയിഷ്യേം ശിതികണ്ഠഗർഹിണഃ ജഗ്ദസ്യ മോഹാദിവിശുദ്ധിമിന്ദസ്വം ജുഗുൽസ്ഥിതസ്യോദരണം പ്രജക്ഷതേ
ന വേദവാദാൻ അനുവർത്തതേ മതീം സ്വയേവ ലോകേം രമതോ മഹാമുനെ യഥാർഗതിർദേവ മനുഷ്യയോ പൃഥക് സ്വയേവ ധർമ്മേന പരം ക്ഷിപേ സ്ഥിതഃ കർമ്മപ്രവൃത്തം ച നിവൃത്തമഭ്യർത്ഥം വേദേ വിവിധ്യോഭയലിംഗമാസ്ഥിതം വിരോധി തദ്യോഗപദേകകർത്തരീം ദ്വിയം തഥാം ബ്രഹ്മണി കർമ്മനർച്ചതീം മാവാം പദവ്യാം പിതരസ്മദാസ്ഥിതാം യാ യജ്ഞശാലാസു ന ധൂമവർണ്ണഭീം തദന്ന തൃപ്തൈരസോവിരീഡിതാം അവ്യക്തലിംഗാം അവധൂതസേവിതാഹാം നൈതേന ദേഹേന ഹരേ കൃതാഗസ്വം ദേഹോദ്ഭവേനാലമലം കുജന്മനാം വ്രീഡാമമാബോധ് പ്രസംഗതാം സജ്ജന്മദിഭ്യോ മഹതാമവദ്യകൃത് ഗോത്രം ദ്വിതീയം ഭഗവാൻ വൃഷധ്വജോം ദാക്ഷായണീം ത്യാഗയദാസു ദുർമനാം വേവേദനർമ്മസ്മിതമാശു തദ്യഹം ഉത്സൃക്ഷ്യയേതത് കുണഭം ത്വദംഗജം മൈത്രയോവാചാം ഇത്യദ്വരേ ദക്ഷമനുദ്യ ശത്രുഘൻ ക്ഷിതാവുദീജിം നിശസാദശാന്തവാക് പൃഷ്ട്വാ ജലം വീദദുകൂലസംവൃതാം നിമീലതൃയോഗപദം സമാവിശത് കൃത്വാ സമാനാവനിലൗചിതാസനാം സോദാനമുത്ഥാപ്യ ജനാഭിചക്രദഹാം ശനൈർഹൃദിസ്ത്യാഭ്യധിയോരസിസ്ഥിതം കണ്ടാൽ ഭ്രുവോർമധ്യ മനിന്ദിതാനയ ഏവം സ്വദേഹം മഹതാം മഹീയസാം മുഹുസ്സരാമോപിതമംഗമാദരാൽ ജിഹാസതിം ദക്ഷരുഷാ മനസ്വിനീം ദദാരഗാത്രേഷ്വനിലാഗ്നിധാരണം തദസ്വഭർത്തു ചരണാംബുജാസവം ജഗ്ദുരോശ്ചിന്തയതീം ജനജാബരം ദദർശദേഹോ ഹതകൽമഷസതീം സദ്യപ്രജ്വജ്ജാല സമാധിജാഗ്നിനാം തത്പശ്യതാം കേംബുവിജാർബുദം മഹത് ആഹേദിവാദ സുമഹാനജായതാം ഹന്തപ്രിയാം ദൈവതമസ്യ ദേവീം ജഹാവസൂൻകേന സതീം പ്രകോപിതാം അഹോ നാനാത്മ്യം മഹദസ്യ പശ്യതാം പ്രജാപതേര്യസ്യ ചരാചരം പ്രജാം ജഹാവസൂന്യദ്വിമദാത്മജാം സതീം മനസ്വിനീം മാനവവീഷ്ണമർഹതീം സോയം ദുർമർഷഹൃദയോം ബ്രഹ്മദൃക്താം ലോകേപകീർത്തിം മഹതീമവാപ്സ്യതീം യദംഗജാം സ്വാം പുരുഷദ്യുടുദ്യതാം ന പ്രത്യഷേദാൻ ഹൃദയോപരാധഃ വദത്യേവം ജനേ സത്യാം ദൃഷ്ട്വാ സുത്യാഗമത്ഭുതം ദക്ഷം തൽപാർഷദാം കന്ധോ മുദദിഷ്ടന്നുദായുധാകാം തേഷാമാപതതാം വേഗം നിശാമ്യ ഭഗവാൻ ഭൃഗും യജ്ഞഗ്നഗ്നേന യജുഷാം ദക്ഷിണാഗ്നൗ ജുഹാവഹ അത്യുജ്വണാം ഹൂയമാനേം ദേവാം ഉൽപേതുരോജസാം ഋഭവോ നാമ തപസാം സോമം പ്രാപ്താം സഹസ്രശകാം തൈരലാദായുധൈ സർവേ പ്രമദാം സഹഗുഹ്യകാം അന്യമാനാം ദിശേം ബേജോരുഷദ്ഭിർബ്രഹ്മതേജസാം ഇതി ശ്രീമദ്ഭഗവതേ മഹാപുരാണേ പരമഹംസ്യാം സംഹിതായാം ചതുർത്ഥസ്കന്ധേ സതി ദേഹോത്സർഗോ നാമ ചതുർത്ഥോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി നമുക്ക് വായിച്ചതിൻ്റെ ബാക്കി നോക്കാം. നമ്മളെവിടെയാണ് നിർത്തിയത്? അപ്പോൾ ദക്ഷ പ്രജാപതിയുടെ യാഗം കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ മകളായ ശിവന്റെ പത്നിയായ സതീദേവി പോകുന്നതാണ്. അങ്ങനെ ഘോഷയാത്രയായിട്ടാണ് അവർ പോണത്. ആരാണ് ഘോഷയാത്രയ്ക്കൊക്കെ തയ്യാറാക്കിയത്? ശിവപാർഷദന്മാരാണ്. പലതരത്തിലുള്ള സംഗീതോപകരണങ്ങൾ, പിന്നെ അലങ്കാരങ്ങൾ, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഘോഷയാത്രയായിട്ട് അങ്ങനെ എഴുന്നള്ളത്ത്, നമ്മളിപ്പോൾ ദേവിയുടെ എഴുന്നള്ളത്തൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ ഒരു ഉത്സവത്തിനൊക്കെ എഴുന്നള്ളത്തൊക്കെ കണ്ടിട്ടില്ലേ, പല പലതരത്തിലുള്ള വേഷങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മനോഹരമായിട്ട് പാട്ടും വാദ്യഘോഷങ്ങളും നൃത്തങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയി ദക്ഷയാഗത്തിൻ്റെ അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ ആദ്യം തന്നെ സതീദേവി കയറിപ്പോവുകയാണ്. അപ്പോൾ അമ്മമാരൊക്കെ ഓടി വന്നു. അമ്മമാർ, ചെറിയമ്മമാരും ഒക്കെ ഇല്ലേ എല്ലാവരും. അമ്മ, പിന്നെ അമ്മയുടെ അനിയത്തിമാർ, അവരൊക്കെ അമ്മയുടെ പോലെയല്ലേ. അപ്പോൾ അവരൊക്കെ ഓടി വന്നു. സതീദേവിയെ വിളിച്ചു കൂട്ടിക്കൊണ്ടുപോയി. എല്ലാവരും കെട്ടിപ്പിടിച്ചു, ആലിംഗനം ചെയ്ത് അങ്ങനെ അവർ സന്തോഷം പങ്കുവെച്ചു. അങ്ങനെ സന്തോഷത്തോടു കൂടി പോയി. അങ്ങനെ ഉള്ളിലേക്ക് പോയി. പക്ഷേ ദക്ഷൻ ഒരു വാക്ക് പറയുകയോ
തൻ്റെ മകൾ വന്നിരിക്കണം, വാ മകളെ എന്നൊരു വാക്ക് പറയുകയോ യാഗത്തിന് വന്നിരിക്കാൻ പറയുകയോ ഒന്നും ചെയ്തില്ല. ദക്ഷൻ സതീദേവിയെ ശ്രദ്ധിച്ചതേ. അങ്ങനെ ആവുമ്പോഴാണ് ദേവിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നത്. അപ്പോൾ നോക്കൂ, നമ്മൾ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി പോയിട്ട് നമ്മുടെ ആ ആഗ്രഹം സാധിക്കാതാവുമ്പോൾ അപ്പോഴാണ് നമ്മൾക്ക് എന്ത് വരും? കോപം വരും. അതുപോലെ തന്നെ ആ പെട്ടെന്നുള്ള ദേഷ്യം, കോപാൽ ഭവതു സമ്മോഹ, അല്ലെ? സമ്മോഹാൽ സ്മൃതിഭ്രംശം, സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശം, ബുദ്ധിനാശാൽ പ്രണശ്യതി എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞ പോലെ ഇവിടെ സംഭവിച്ചത്. നമ്മൾ പറഞ്ഞില്ലേ, അവിവേകം കൊണ്ട് നമ്മൾ എടുത്തു ചാടിക്കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തിരിച്ചു വരാൻ പറ്റാതാവുമ്പോൾ നമ്മൾ നാശത്തിലേക്ക് പോകും. ആ പെട്ടെന്നുള്ളൊരു നിമിഷത്തിൽ ഭയങ്കരമായ അപമാനം, എവിടെയെങ്കിലും വെച്ച് നമുക്ക് അപമാനം വന്നാൽ ആദ്യം തന്നെ അപമാനിച്ച ആ വ്യക്തിയോട് ഭയങ്കരമായ ദേഷ്യം വരും. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു പിടി കിട്ടില്ല. നമ്മുടെ സ്മൃതി പോയിട്ടുണ്ടാവും, നമ്മുടെ ബുദ്ധി പോയിട്ടുണ്ടാവും, എല്ലാം പോയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പോൾ സതീദേവി ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു, അപമാനം വന്നു, സഹിക്കാൻ പറ്റണില്ല. ഒരു പിതാവ് പുത്രിയോട് ഇത്രയും മോശമായിട്ട് പെരുമാറും. അപ്പോൾ തൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ശിവനെ ഇഷ്ടമല്ലെങ്കിലും ദേവി മാത്രമായിട്ടാണ് വന്നിരിക്കുന്നത്, അല്ലേ? ശിവൻ വന്നിട്ടില്ല. ശ്രീപാർവതി തന്നെയാണ്, അല്ല, സതീദേവി തന്നെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ തന്നെ വന്നിരിക്കുമ്പോഴെങ്കിലും തൻ്റെ മകളാണെന്ന രീതിയിൽ ഒന്ന് ആദരവ് കൊടുക്കാമായിരുന്നു. അത് ചെയ്തില്ല. അപ്പോൾ ദേഷ്യം വന്നിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ ഒരു യാഗം ചെയ്യുന്നത്. അപ്പം ദേവി അവിടെ നിന്നിട്ട് പറയാണ്, നിങ്ങളാണോ യാഗം ചെയ്യാൻ യോഗ്യതയുള്ളവർ? യാഗം ചെയ്യുന്നവർ അഹങ്കാരികളായ അഹങ്കാരമായിരിക്കും ഫലം, അല്ലാതെ ആ യാഗം കൊണ്ടൊരു ഫലവും കിട്ടാൻ പോകുന്നില്ല. ഒരു മകളോട് ഇത്രയും മോശമായി പെരുമാറണമെങ്കിൽ നിങ്ങൾ ശിവന്റെ മഹിമ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയും. ശിവന്റെ മഹിമ നിങ്ങൾക്ക് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം നിങ്ങൾ ശ്മശാനവാസിയാണെന്നും ഭൂതഗണങ്ങളോട് കൂടി ചേർന്ന് പോകണു എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. പക്ഷേ അദ്ദേഹം എങ്ങനെയുള്ള ആളാണ്? ശ്മശാനം എന്ന് പറയുന്നത് തന്നെ എന്താണ്? നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ? എല്ലാവരും ജാതി മതഭേദമില്ലാതെ, പണക്കാരൻ പാവപ്പെട്ടവനൊന്നും ഭേദമില്ലാതെ നമ്മൾ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണേത്? ശ്മശാനം എന്ന് പറയുന്നത്, അല്ലേ? അവിടെ എന്തില്ല? ജാതി മതഭേദമോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ, രാജാവും അതായത് ഏറ്റവും ചെറിയ ജോലിക്കാരനും രാജാവും രണ്ടുപേരും ചിലപ്പോൾ ഒരേ സ്ഥലത്തായിരിക്കും എന്താവുക? ശ്മശാനത്തിൽ കത്തിപ്പോകുന്നത്, അല്ലേ? ഒരേ സ്ഥലത്തായിരിക്കും. അപ്പം അങ്ങനെയുള്ള അതാണ് നമുക്ക് ശിവൻ മനസ്സിലാക്കി. ശിവനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. എന്താണ് നമ്മളുടെ അഹങ്കാരം, നമ്മൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ. നമ്മൾ പണക്കാരനാണെന്ന് പറഞ്ഞിട്ടും, വലിയ ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞിട്ടും, സുന്ദരനാണെന്ന് പറഞ്ഞിട്ടും, അങ്ങനെയൊക്കെ നമ്മൾ വിദ്യാസമ്പന്നനാണെന്ന് പറഞ്ഞിട്ടും ഒക്കെ അഹങ്കരിക്കാറുണ്ട്. എല്ലാം എനിക്കറിയാം എന്നൊക്കെയുള്ള ഭാവത്തിൽ നിന്നെയൊക്കെ എന്തിനു കൊള്ളാം എന്ന് മറ്റുള്ളവരെ പുച്ഛിച്ച് തള്ളുന്ന ആ ഒരു അഹങ്കാരത്തിൻ്റെ ലെവലിൽ നമ്മൾ ശരീരം കൊണ്ട് അഹങ്കരിച്ചു കൊണ്ടാണ് പോകുന്നത്. പക്ഷേ നമ്മൾ ഒരു നിമിഷം കൊണ്ട് നമ്മൾ ചിലപ്പോൾ നമ്മളെ ഏത് സമയത്താണ് നമ്മൾ മരണം സംഭവിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. ഈ അടുത്ത നിമിഷം, അടുത്ത ശ്വാസം പോലും നമ്മുടെ കയ്യിലല്ല. നമ്മൾ ഒരു ശ്വാസം എടുത്താൽ അത് പുറത്തു വിടാൻ പറ്റുമെന്ന് പോലും നമുക്കറിയില്ല. അത്രയ്ക്ക് നമ്മളുടെ ജീവിതം അത്രയ്ക്ക് നമ്മൾക്കറിയാത്ത ഒരു ദുരൂഹതയാണ്. അങ്ങനെ ഇരിക്കും നമ്മൾ എന്ത് കണ്ടാണ് അഹങ്കരിക്കുന്നത്? അപ്പോൾ ശിവന് ആ ഒരു വ്യത്യാസമില്ല. അപ്പോൾ അതാണ് ചുടലക്കാട്ടിൽ ഇരുന്നുകൊണ്ട് ശിവൻ മനസ്സിലാക്കി കൊടുക്കുന്നില്ല. അതുപോലെ ഭസ്മം പൂശുന്നത് കൊണ്ടും അതുപോലെയാണ്. ഈ ഭസ്മം നമ്മുടെ പല പല ഭാഗങ്ങളിൽ പൂശുന്ന സമയത്ത്, ഭസ്മം തൊടുന്ന സമയത്ത് അതുകൊണ്ട് നമ്മുടെ ചില ഹെൽത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില ചക്രങ്ങളിൽ ഭസ്മം തൊടുമ്പോൾ അതൊരു കാര്യമാണ്. പിന്നെ ഭസ്മത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ഒരു പിടിച്ചാരമായി മാറും. എപ്പോഴായാലും നമ്മൾ എത്ര അഹങ്കരിച്ചാലും, നമ്മൾ എത്ര പണക്കാരനായാലും, നമ്മൾ എത്ര സുന്ദരനായാലും ആ സൗന്ദര്യമൊന്നും പിന്നെ ഉണ്ടാവില്ല. നമ്മളൊരു പിടിച്ചാരമാവും. അതാണ് നമ്മൾ ശിവനിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ലളിതമായ ജീവിതമാണ് ശിവൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ലളിതമായ ജീവിതം നയിച്ചുകൊണ്ട് എല്ലാവരെയും ഒന്നുപോലെ കാണാൻ. അതാണ് ഈ ഭൂതഗണങ്ങൾ എന്ന് പറയുന്നത്. ശിവൻ എങ്ങനെയുള്ള ആളായിരുന്നു? എല്ലാവരും ഒന്നായിരുന്നു. ഒരിക്കൽ ശങ്കരാചാര്യർക്ക് പോലും അത് മനസ്സിലാക്കി കൊടുത്തു. അദ്ദേഹം വലിയൊരു ബ്രാഹ്മണനല്ലേ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ശിവനെയാണ് പക്ഷെ ആരാധിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ താഴ്ന്ന പണ്ട് മുതലേ അവരുടെ ആ ഒരു ബ്ലഡിലുള്ള അതാണല്ലോ, നമ്മുടെ സ്വഭാവങ്ങൾ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ എത്ര ആത്മീയ തരത്തിൽ ഉന്നതത്തിലെത്തിയാലും എത്രയൊക്കെ ആയാലും നമ്മുടെ ആ സ്വഭാവം ചിലപ്പോൾ പുറത്തേക്ക് കാണും. അതിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ആ സ്വഭാവം നമ്മളെ വിട്ടു പോവില്ല. അത്രയും നമ്മൾ പറയില്ലേ, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ?
അതുപോലെ നമ്മളുടെ ആ സ്വഭാവം നമ്മളിൽ തന്നെ നിൽക്കും. അപ്പോൾ പണ്ടൊക്കെ എങ്ങനെയാണ്, ബ്രാഹ്മണർ വരുന്ന സമയത്ത് താഴ്ന്ന ജാതിക്കാരോ ചണ്ടാളന്മാരോ വന്നാൽ അവർ മാറിപ്പോകും. അപ്പോൾ ശിവൻ ഇങ്ങനെ കുളിച്ചു തൊഴുത് അല്ല, ശങ്കരാചാര്യർ ഇങ്ങനെ നടന്നു വരികയാണ്. നടന്നു വരുന്ന സമയത്ത് ഒരു ചെറിയ വഴിയേ ഉള്ളൂ. അപ്പോൾ അപ്പുറത്ത് ഒരു ചണ്ടാളൻ നായ്ക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ശങ്കരാചാര്യർ മാറിപ്പോകണം പറഞ്ഞു. അപ്പോൾ ആ ചണ്ടാളൻ, അത് ശിവനായിരുന്നു, ശിവൻ 4 വേദങ്ങളായിരുന്നു, 4 നായ്കൾ. അങ്ങനെ ശിവൻ തന്നെ ശങ്കരാചാര്യർക്ക് പല കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ പ്രത്യക്ഷപ്പെട്ടതാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞല്ലോ എന്നോട് മാറിപ്പോകാൻ, ഞാനാണോ മാറിപ്പോകേണ്ടത് അതോ എൻ്റെ ഉള്ളിരിക്കുന്ന ഈശ്വര ചൈതന്യമായ ആത്മാവാണോ മാറി? ഈ ഞാൻ എന്ന് പറയുന്നത്, നീ എന്ന് പറയുന്നതൊക്കെ എന്താണ്? അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഞാൻ എന്ന് ഞാൻ പറയുന്നത് ഞാനല്ല, ഈ ശരീരമല്ല, അത് ഈശ്വര ചൈതന്യമാണ്. കാരണം ശരീരത്തിൽ നിന്നും ഈശ്വര ചൈതന്യം പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഞാൻ എന്ന് പറയാൻ പറ്റും. പിന്നെ ഞാൻ ജഡമായി, അല്ലേ? അവിടെ ഞാനുണ്ടോ? ജഡത്തിൽ ഞാനുണ്ടോ? ഞാൻ എന്ന് പറയുമോ? ഇല്ല, അല്ലേ? അപ്പൊ അതൊരു ശരീരം. അപ്പൊ അതും തന്നെ നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളിലെ ഞാനില്ല, നമ്മുടെ പേര് പോലും ഇല്ല നമുക്ക്, അല്ലേ? പിന്നെ നമ്മളെ ആ പേര് പറഞ്ഞു പോലും ആരും വിളിക്കില്ല. പിന്നെന്താ പറയുക? ജഡന്നേ പിന്നെ നമ്മളെ പറയുള്ളൂ, അല്ലേ? ശരീരം അങ്ങനെയൊക്കെ പറയുള്ളൂ. ശ്രദ്ധിച്ചു നോക്കൂ എല്ലാവരും, മരിച്ചവരെ ശരീരം താഴത്തിറക്കുക, ശരീരം എന്നല്ലേ പറയുള്ളൂ. പിന്നെ പേര് പറയൂ? എന്തുകൊണ്ട് പറയുന്നില്ല? പേര് പോയി കഴിഞ്ഞു. അതായത് ഞാൻ എന്ന് പറയുന്ന ഈ വ്യക്തി പോയി കഴിഞ്ഞു. എവിടേക്ക് പോയി? അത് ഈശ്വരനാണ്. ഒന്നുകിൽ ഈശ്വരനിലേക്ക് ലയിച്ചിരിക്കാം, അല്ലെങ്കിൽ അത് ആത്മാവായി ഓരോരോ ലോകങ്ങളുണ്ട്, അവിടെ പോയി തങ്ങി നിന്നേക്കാം. അപ്പോൾ ആ ഞാൻ എന്ന് പറയുന്ന ആൾ പോയി കഴിയുമ്പോൾ പിന്നെ വെറും ജഡമാണ്. അപ്പൊ ചോദിച്ചു, നീ എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞു, ആരാണ് മാറിപ്പോണ്ടേ? എൻ്റെ ശരീരമാണോ മാറേണ്ടത്? ഈശ്വര ചൈതന്യമാണോ, എൻ്റെ ചൈതന്യമാണോ, ജീവനാണോ മാറേണ്ടത്? അപ്പോഴാണ് ശങ്കരാചാര്യർക്ക് തൻ്റെ വിഡ്ഢിത്തരം മനസ്സിലായത്. കാരണം അദ്വൈതം പ്രസംഗിക്കുന്ന ആളാണ് ശങ്കരാചാര്യർ, അല്ലേ? ശരീരം വേറെ ആത്മാവ് വേറെ എന്നല്ല. അദ്വൈതം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടും ഒന്നാണ്, എല്ലാം ഒന്നാണ്, ഒരേ ഒരു ഈശ്വര ചൈതന്യമാണ് എല്ലാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ശരീരം വേറെയും ഈശ്വരൻ വേറെ എന്ന് കാണുന്നവർക്ക് ഞാൻ എന്നുള്ള അഹങ്കാരം ഉണ്ടാവും. എല്ലാം ഒന്നാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, പിന്നിലെ ഞാൻ ഈശ്വരനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, തത്വമസി എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, തത്ത് തുമ്മസി, അത് നീയാകുന്നു, ആ ഈശ്വര ചൈതന്യമാണ് ഞാനെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരെ മാറിപ്പോകാൻ നമ്മൾ പറയില്ല, മറ്റുള്ളവരെ തൊടാൻ പാടില്ല എന്നൊന്നും നമ്മൾ പറയില്ല. അതൊക്കെ പണ്ട് ഇവിടെ നിലനിന്നിരുന്ന ഒരു തരം അനാചാരങ്ങളായിരുന്നു. അതായത് താൻ വലിയവൻ, താൻ ജാതിയിൽ കൂടിയവൻ എന്നൊക്കെ അഹങ്കരിക്കുന്ന ശരീരാഭിമാനികൾ ഉണ്ടാക്കി വെച്ചതായിരുന്നു അത്. അത് ആർക്ക് മനസ്സിലാക്കി കൊടുത്തു? ശങ്കരാചാര്യർക്ക് മനസ്സിലാക്കി. അത് മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല എന്ന് ആര് പറഞ്ഞു? സതീദേവി ഇവിടെ പറയാണ്. സതീദേവി പറയാണ്, ഈശ്വരനെ മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ അങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഈശ്വരനെ മനസ്സിലാക്കാൻ കഴിഞ്ഞ ആളാണ് എൻ്റെ ഭർത്താവായ ശിവൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അപമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല. ഇങ്ങനെ ഒരു അച്ഛൻ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അച്ഛനെ കുറേ നേരം ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? ദേവി എന്ത് ചെയ്തു? അവിടെ വെച്ച് തൻ്റെ ശരീരം ഉപേക്ഷിക്കുകയാണ്. യോഗാഗ്നിയിൽ തൻ്റെ ശരീരത്തെ ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഉപേക്ഷിച്ചത്? അതും ഒരു എന്താ പറയുക, അവിവേകമാണ്. ഇനി തിരിച്ച് ശിവന്റെ അടുത്തേക്ക് അഭിമാനം, ദുരഭിമാനം എന്നൊക്കെ നമ്മൾ പറയില്ലേ? അഹങ്കാരം, ദുരഭിമാനം, അവിവേകം എന്നൊക്കെ നമ്മൾ പറയാം. അപ്പോൾ ഒരു അവിവേകത്തിൽ അവിടെ നിന്ന് ചാടിപ്പുറപ്പെട്ടു. ഇവിടെ വന്നപ്പോൾ ശിവൻ പറഞ്ഞതുപോലെ. അപ്പൊ അവിടെ പോയാൽ ഇനി എന്താ? അവിടെ പോയാലും അപമാനമാണ്. കാരണം ഞാൻ പറയുന്നത് കേൾക്കാതെ പോയിട്ട് നീ തിരിച്ചു വന്നില്ലേ, ഈ രീതിയിൽ നിനക്ക് അപമാനം കിട്ടിയില്ലേ എന്ന് ചോദിക്കും. അപ്പൊ അതും നമുക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി, ഇതും താങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പൊ രണ്ടും കൂടിയപ്പോൾ എന്ത് ചെയ്തു? യോഗാഗ്നിയിൽ ശരീരത്തെ ഉപേക്ഷിച്ചു. അത് ചിലർക്കൊക്കെ ഈ യോഗയൊക്കെ പഠിച്ച ഒരുപാട് അങ്ങനെയൊക്കെ എത്തണമെങ്കിൽ നമ്മളും ആ ലെവലിലൊക്കെ എത്തിയാലേ അതൊക്കെ പറ്റൂ. എന്ന് വെച്ചാൽ ഇവിടെ തൻ്റെ ശരീരം ത്യജിച്ചു തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്താ സംഭവിച്ചത്? ശിവനെ ഓർത്തുകൊണ്ടാണ് ഈ സതീദേവി ശരീരം ത്യജിച്ചത്. അപ്പൊ ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ടാണ്. അപ്പൊ അച്ഛനെ ഭർസിച്ചുകൊണ്ട് നിന്റെ ശരീരമാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഈ ശരീരം എന്താണ്, എനിക്കിനി വേണ്ട എന്ന് പറയാൻ കാരണം എന്താ? അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തു, അപ്പൊ അച്ഛനെ അപമാനിച്ചു. അപ്പൊ അച്ഛൻ എന്നെ അപമാനിച്ചു, അച്ഛൻ തന്ന ശരീരമാണ്, അപ്പൊ അത് എനിക്ക് ഇനി കൊണ്ടുപോകണ്ട എവിടേക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ ശരീരത്തെ, അപ്പൊ അച്ഛൻ ചെയ്ത് അപമാനിച്ചതിനുള്ള ദേഷ്യത്തിന് അച്ഛൻ തന്ന ശരീരത്തെ എന്ത് ചെയ്യുന്നു? ഞാൻ യോഗാഗ്നിയിൽ ദഹിപ്പിക്കുന്നു. അപ്പൊ അച്ഛനോടുള്ള ആ പ്രതികാരത്തിന് വേണ്ടി അച്ഛൻ തന്ന ആ ശരീരത്തെ യോഗാഗ്നിയിൽ എന്ത് ചെയ്തു? വിലയം ചെയ്യിപ്പിച്ചു. അപ്പൊ അങ്ങനെ സതീദേവി ദേഹത്യാഗം ചെയ്തു.
അങ്ങനെ ഇത് കണ്ടപ്പോൾ അപ്പൊ ശിവനെ ഓർത്തുകൊണ്ടാണ് അവിടെ ത്യാഗം ചെയ്തത്. കാരണം നമ്മൾ മരണസമയത്ത് ആരെ ഓർത്തുകൊണ്ടാണോ നമ്മൾ ശരീരം ഉപേക്ഷിക്കുന്നത്, അപ്പൊ അതായിട്ട് അടുത്ത ജന്മം നമ്മൾ ജനിക്കുക. അതാണ് മരിക്കാൻ പോകുന്നവർക്ക് എന്തെങ്കിലും ആഗ്രഹം ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ തീർത്തു കൊടുക്കില്ലേ. അവസാനത്തെ ആഗ്രഹം എന്താണെന്നൊക്കെ ഓരോരുത്തരും ചോദിച്ച് ഇപ്പൊ ഈ കൊലക്കുറ്റത്തിനൊക്കെ വിധിക്കപ്പെട്ടവർ കൂടി അവസാനത്തെ ആഗ്രഹമൊക്കെ ചോദിക്കും. എന്താ കാരണം എന്ന് വെച്ചാൽ ആഗ്രഹങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് നമ്മൾ പോയാൽ തിരിച്ച് വീണ്ടും ഭൂമിയിലേക്ക് വരേണ്ടി വരും. നമുക്ക് മോക്ഷം കിട്ടില്ല. നമ്മൾ തിരിച്ച് ഭൂമിയിൽ വന്ന് വീണ്ടും അതുപോലെ ഇപ്പൊ നമ്മൾക്കൊരു ഒരു കാര്യം സാധിക്കാതെയാണ് നമ്മൾ ഇവിടുന്ന് പോയത്, എന്തെങ്കിലും ആവാൻ പറ്റാതെയാണ് നമ്മൾ ഇവിടുന്ന് പോയതെങ്കിൽ അതാവാൻ വേണ്ടി വീണ്ടും നമ്മൾ ആഗ്രഹം സാധിക്കാൻ തിരിച്ചു വരേണ്ടി വരും. ഇവിടെ സതീദേവി തൻ്റെ വളരെ വിഷമത്തോടുകൂടി തൻ്റെ ആഗ്രഹം സാധിക്കാതെയാണ് ദേഹത്യാഗം ചെയ്തത്. അപ്പോൾ വീണ്ടും ശിവനെ പിരിഞ്ഞതിലുള്ള ദുഃഖം കൊണ്ടും ശിവനെ ഓർത്തുകൊണ്ടുമാണ് ദേഹത്യാഗം ചെയ്തത്. വീണ്ടും ശിവന്റെ പത്നിയായിട്ട് തിരിച്ചു വരുന്നതാണ്. അപ്പൊ ഈ സതീദേവി വീണ്ടും പുനർജനിക്കുന്നു. എവിടെയാണ് പുനർജനിക്കുന്നത്? ഹിമവാന്റെ മകളായിട്ട്, പർവ്വതത്തിന്റെ മകളായിട്ട് പുനർജനിക്കുന്നു. പാർവതി ദേവിയായിട്ട് പുനർജനിച്ച് പിന്നെ വീണ്ടും തപസ് ചെയ്യുകയാണ് ശിവനെ ഭർത്താവായി കിട്ടാൻ. കാരണം താൻ ചെയ്ത അവിവേകം കൊണ്ടാണ് തനിക്ക് ശിവനെ നഷ്ടപ്പെട്ടത്, അല്ലേ? ശിവതം തനിക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് വീണ്ടും തപസ് ചെയ്യേണ്ടി വന്നു. അപ്പൊ ഭഗവാനെ പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം? തപസ് വേണം. അങ്ങനെ കുറേ പാർവതീദേവി തപസ് ചെയ്ത് പിന്നെയാണ് കാമദേവൻ വന്ന് ശിവൻ നോക്കുന്ന സമയത്ത്, ദേവിയെ നോക്കുന്ന സമയത്ത് കാമദേവൻ അമ്പെയ്തു. അങ്ങനെ ആ ശിവൻ പാർവതീദേവിയും കൂടി ഒന്നിക്കുകയാണ്. പിന്നെ കാമദേവനെ ശിവന് തൻ്റെ മൂന്നാം തൃക്കണ്ണുകൊണ്ട് ദഹിപ്പിക്കുന്നു. പിന്നെ കാമദേവന്റെ ഭാര്യയായ രതിദേവി തപസ് ചെയ്യുന്നു. പിന്നെ വീണ്ടും കാമദേവന് ജീവൻ തിരിച്ചു കിട്ടുന്ന കഥകളൊക്കെ നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ സതീദേവി തൻ്റെ ദേഹത്യാഗം ചെയ്യുന്ന സമയത്ത് ശിവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദേഹത്യാഗം ചെയ്തപ്പോൾ ആ ശിവന് വേണ്ടി വീണ്ടും പുനർജനിക്കേണ്ടി വന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ആർക്ക് സഹിച്ചില്ല? കൂടെ വന്ന ശിവപാർഷദന്മാരുണ്ട്, നന്ദീശ്വരൻ തുടങ്ങിയവർ. അവരെല്ലാവരും കൂടി യാഗം മുടക്കാൻ പോയി. തൻ്റെ ഇത്രയും ചീത്ത പറഞ്ഞു ദക്ഷനെ, തൻ്റെ സ്വന്തം പുത്രിക്ക് ഈ ഗതി വരുത്തിയതിന് താൻ എന്നിട്ടും ദക്ഷൻ യാഗം നടത്തുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് യാഗശാലയിൽ എല്ലാം നശിപ്പിക്കാനും അവർ തമ്മിൽ പിന്നെയും വഴക്കായി. അതാണ് ദക്ഷയാഗത്തിൻ്റെ പ്രശ്നങ്ങൾ. അപ്പം അങ്ങനെ വീണ്ടും അവരെല്ലാ വഴക്കായി. അപ്പോൾ ഭൃഗു മഹർഷിയാണ് അത് ചെയ്യുന്നത്. ഭൃഗു മഹർഷി ഇവരെ എതിർക്കാൻ തുടങ്ങി. അങ്ങനെ ശിവപാർഷദന്മാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതായപ്പോൾ തൻ്റെ സ്വാമിയുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് സ്വാമിയോട് വിവരം പറയാൻ വേണ്ടിയിട്ട് ഈ ശിവപാർഷദന്മാർ ശിവന്റെ അടുത്തേക്ക് പോവുകയാണ്. പിന്നെ ശിവൻ ഇതറിഞ്ഞിട്ടും നിശബ്ദനായിരിക്കുമ്പോൾ ശിവനിൽ നിന്ന് പിന്നെ വീരഭദ്രൻ ഉണ്ടാവുകയാണ്. അതായത് നമ്മൾ എന്തെങ്കിലും അധർമ്മം ചെയ്താൽ അതിനെ നശിപ്പിക്കാൻ, അതായത് ശിവൻ ഒരു പ്രതികാരം ചെയ്യുന്ന മനസ്സോ ഒന്നുമല്ല. പക്ഷേ പ്രകൃതി എന്ത് ചെയ്യും? പ്രകൃതി അതിനെ എതിർക്കും. നമ്മൾ ചെയ്യുന്ന അധർമ്മത്തിനുള്ള തിരിച്ചടി നമുക്ക് എവിടെ നിന്ന് കിട്ടുക? പ്രകൃതിയിൽ നിന്ന് കിട്ടും. അങ്ങനെ ആ ശിവന്റെ ജടയിൽ നിന്ന് വീരഭദ്രൻ ഉണ്ടാവുകയും പിന്നെ ആ ദക്ഷയാഗത്തെ നശിപ്പിക്കുന്നതുമൊക്കെയാണ് ഇനി അടുത്ത അധ്യായങ്ങളിലായിട്ട് വരുന്നത്. അപ്പോൾ ഇതോടുകൂടി ഈ അധ്യായം അവസാനിച്ചിരിക്കുന്നു.